Good morning. Welcome to our online class. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ബൈനോമിയൽ തിയറത്തിലെ ജനറൽ ആൻഡ് മിഡിൽ ടേം എന്ന ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ബൈനോമിയൽ തിയറം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പം അതിലെ എക്സ്പാൻഷൻ ഓഫ് എ പ്ലസ് ബി ഓൾ റേസ് ടു എൻ അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞത്. ആ ഒരൊറ്റ കാര്യത്തിൽ നിന്നാണ് അതിൻ്റെ എക്സ്പാൻഷൻ എങ്ങനെയാണ്, അതിൽ നിന്നുമാണ് നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഒരുപാട് വലിയൊരു ഇതാകണമെങ്കിൽ വലിയൊരു എക്സ്പാൻഷനാണ് എ പ്ലസ് ബി ഓൾ റേസ് ടു 17 അല്ലെങ്കിൽ 18 100 അങ്ങനെയൊക്കെ വലിയൊരു കാര്യങ്ങളാണെങ്കിൽ വലിയൊരു എക്സ്പാൻഷൻ ആകുമ്പോൾ നമുക്കത് അങ്ങനെ ഓരോ ടേം വൈസ് ആയിട്ട് എഴുതാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് അതിൽ നിന്നും ഏതെങ്കിലും ഒരു ജനറൽ ടേം കിട്ടാൻ, അല്ലെങ്കിൽ ഒരു 18th ടേം, ഒരു 16th ടേം, അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടേം കിട്ടണമെങ്കിൽ നമുക്കത് മുഴുവൻ നിരത്തി എഴുതാൻ പ്രയാസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ജനറൽ ടേം, ഒരു പർട്ടിക്കുലർ ടേം ഉണ്ടാക്കി. അപ്പം അതിനുള്ള ഒരു ഇതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നോക്കൂ, ജനറൽ ആൻഡ് മിഡിൽ ടേം എപ്പോഴും ഷുവറായിട്ട് എക്സാമിന് വരാവുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ജനറൽ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. TR+1 is equal to -1 raised to R NCR A raised to n minus R into B raised to R. ഏതിൻ്റെ എക്സ്പാൻഷൻ ആണെങ്കിൽ A plus B all raised to n എന്ന എക്സ്പാൻഷൻ്റെ ജനറൽ ടേം ആണ് ഇത്. TR+1 is equal to -1 raised to R NCR A raised to n minus R into B raised to R. ജനറൽ ടേം എന്ന് കൂടെ പറഞ്ഞു നോക്കൂ. A plus B all raised to n എന്നുള്ള എക്സ്പാൻഷൻ്റെ ജനറൽ ടേം ആണ് TR+1. ഇതിന് R+1 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഓരോന്നിൻ്റെയും ഒന്നാണെങ്കിൽ അതിനേക്കാൾ ഒന്ന് കൂടിയ ടേമാണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പം നമ്മൾ എത്ര ഫോർത്ത് ടേം എന്ന് പറയുമ്പോൾ R+1th ടേമാണ് ഫോർത്ത് ടേമാണ്. 4 ആയിട്ട് Rന് 4 എന്ന് കൊടുക്കുമ്പോഴാണ് അതാവുന്നത് അല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് TR+1 is equal to -1 raised to R NCR A raised to n minus R into B raised to R. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the first term and B is the second term, n is the power of the term. ഓക്കെ, R എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ടേമാണോ, എത്രാമത്തെ ടേമാണോ നമ്മൾ എടുക്കുന്നത് എന്ന് ഉള്ളതാണ്. അതേപോലെ then മിഡിൽ ടേം എന്താണ്? ഈ ഒരു A plus B all raised to n-ന്റെ തന്നെ മിഡിൽ ടേം എന്താണ്? മിഡിൽ ടേം ആകുമ്പോൾ രണ്ട് തരത്തിൽ വരാം. പവർ ഈവൺ ആവും, പവർ ഓഡ് ആകും. അപ്പോൾ if n is even ഇതിൻ്റെ പവർ ഇപ്പം A plus B all raised to 8 ഇതാണ് നമ്മുടെ ഈവൺ എന്ന് പറയുന്നത്. ഈവൺ ആണെങ്കിൽ ഇതിൻ്റെ മിഡിൽ ടേം ഈസ് എന്താ വരിക? n/2 + 1th ടേം. ഇവിടെ A plus B all raised to 8 ആണെങ്കിൽ അതിൽ ഹൗ മെനി ടേംസ്? 9 ടേംസ് അല്ലേ. 9 ടേംസ് ആണ് അതിലുണ്ടാകുന്നത്. ഇതിൻ്റെ എക്സ്പാൻഷനിൽ A plus B all raised to 8 അതിൻ്റെ എക്സ്പാൻഷനിൽ 9 ടേംസ് ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മിഡിൽ ടേം എന്താണ് വരുന്നത്? 9 ടേം. ഇപ്പം നോക്കൂ, 9 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതാണ് 9 അല്ലേ. ഇതിൻ്റെ മിഡിൽ ടേം ഏതാ വരിക? ഇവിടെ 4 എണ്ണം, ഇവിടെ 4 എണ്ണം. ഇത് എത്ര കണ്ടോ അല്ലേ? ഈ ഒരു 4 + 1 അഞ്ചാമത്തെ അതാണ് n/2. n/2 എന്ന് പറഞ്ഞാൽ ഇവിടെ 8/2. 8/2 is equal to 4. അപ്പോൾ n/2 + 1 അതായത് 4 + 1 is equal to 5th term. അപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ 9 ആണ് ഉണ്ടാവുന്നത്. ഇതാണുള്ളത് 9. അപ്പോൾ അതിൽ 1 2 3 4 5 is the middle term of A plus B all raised to 8. അതായത് 5th term is the middle term of the A plus B all raised to 8. അതാണ് ഇവിടെ പറയുന്നത് n/2 + 1th term. Again, if n is odd, ഇപ്പം നമുക്കറിയാം A plus B all raised to 7 ആണെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൽ ഹൗ മെനി ടേംസ്? 8 ടേംസ് അല്ലേ. 8 ടേംസ് ആണ്. ഒന്ന് കൂടുതലായിട്ടുള്ള ഈ പവറിനേക്കാൾ ഇവിടെ n ആണെങ്കിൽ n+1 ടേം ആണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ 7 ആയതുകൊണ്ട് 7 + 8 ഇപ്പം 8 ടേം ഉണ്ടാവും. ഇതിൽ മിഡിൽ ഇപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് എടുക്കാൻ പറ്റുന്നത്? നോക്കൂ, ഇവിടെ 1 പോയി, ഇവിടെ 2 പോയി, ഇവിടെ 3 പോയി. ഇത് രണ്ടും ഒന്നായിട്ട് കിട്ടുന്നില്ല 2. അഥവാ ഇവിടെ നോക്കൂ 1 2 3 4 4th ടേം ആൻഡ് 5th ടേം. 7 ആണ് അതിൻ്റെ പവർ എങ്കിൽ 8th ടേം ഉണ്ടായിരിക്കും. ആ 8th ടേമിൽ ഏതൊക്കെയാണ്? 4th ടേമും 5th ടേമും അതിൻ്റെ മിഡിലായിട്ട് വരുന്നത്. അതാണ് ഇവിടെ പറയുന്നത് n+1/2th ടേം. ഇപ്പോൾ 7 ആണെന്നുണ്ടെങ്കിൽ
7 plus 1 by 2 അഥവാ 8 by 2 equal to 4th term. ആൻഡ് രണ്ടാമത്തെ ഒരു കേസ് നോക്കൂ, n plus 1 by 2 7 plus 1 by 2 plus 1 അഥവാ 8 by 2 plus 1 is equal to 4 plus 1, that is 5th term. 4th term and 5th terms are the middle terms of the a plus b all raised to 7. അപ്പോൾ ഇവിടെ രണ്ട് കേസാണുള്ളത്. ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ n plus 1 by 2th ടേമും n plus 1 by 2 plus 1th ടേം. ദെൻ ഈവൺ ആണെന്നുണ്ടെങ്കിൽ n by 2 plus 1th ടേം. ആ ഒരു രണ്ട് കാര്യം നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ജനറൽ ടേം എന്താ പറഞ്ഞത്? tr plus 1 is equal to minus 1 raised to r ncr a raised to n minus r. ആൻഡ് മിഡിൽ ടേം ഈ രണ്ട് കേസിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, തന്നെ ഇതിൻ്റെ നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ജനറൽ ടേംസ്, ജനറൽ ആൻഡ് മിഡിൽ ടേം ഓഫ് ദ എക്സ്പാൻഷൻ of the expansion of x plus 2y all raised to 8. x plus 2y all raised to 8 എന്നതിൻ്റെ ജനറൽ ടേമും മിഡിൽ ടേമും ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആൻസർ നോക്കൂ. ജനറൽ ടേം ഈക്വൽ ടു tr plus 1 equal to minus 1 raised to r ncr a raised to n minus r into b raised to r. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നു. ഇവിടെ tr plus 1 is equal to minus 1 raised to r. ഇവിടെ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, ഇവിടെ നോക്കൂ, നമ്മുടെ ടേം പോസിറ്റീവ് ആണ് അല്ലേ? അങ്ങനെ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു മൈനസ് 1 raised to r-ന്റെ ആവശ്യമില്ല. ഇവിടെ എക്സ് മൈനസ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ -1 കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഏതൊന്നിൻ്റെ മൈനസ് ആണ് വരുന്നതെങ്കിൽ അവിടെ ഫ്രണ്ടിലെ -1 raised to r കൊടുക്കുക. കാരണം ഓരോ ടേമും നമുക്കറിയാം അതിൻ്റെ എക്സ്പാൻഷനിലെ ഫസ്റ്റ് ടേം പോസിറ്റീവ്, സെക്കൻഡ് ടേം നെഗറ്റീവ്, തേർഡ് ടേം ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ടേംസുകൾ പോസിറ്റീവ് നെഗറ്റീവും ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, ഇവിടെ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഓൾ ടേംസ് ആർ പോസിറ്റീവ്. അപ്പം നമുക്കവിടെ നെഗറ്റീവ് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ പോസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ അവിടുത്തെ ആ -1 raised to r എന്നുള്ളത് കളഞ്ഞു. ഇനി ഇവിടെ നമുക്ക് എഴുതേണ്ട കാര്യങ്ങൾ നോക്കൂ. n ഈക്വൽ ടു n എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാ? 8. ദെൻ a ഈക്വൽ ടു ഫസ്റ്റ് ടേം x ആൻഡ് b ഈക്വൽ ടു സെക്കൻഡ് ടേം 2y. ഇത് മൂന്നും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ കൊടുക്കാലോ. ദാറ്റ് ഈസ് tr plus 1 ഈക്വൽ ടു r എന്താണെന്ന് നമുക്കറിയില്ല, കാരണം ജനറൽ ടേം. ഇതിപ്പോൾ 5th ടേം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് r കൊടുക്കാം. ഓക്കെ, അപ്പൊ നോക്കാം. ncr 8cr a എന്ന് പറഞ്ഞാൽ a raised to n minus r 8 minus r into b 2y raised to r. That is the general term. ncr 8cr a raised to n minus r, a is equal to x. അപ്പോൾ x raised to 8 minus r, b 2y all raised to r. വേണമെങ്കിൽ ഇതിനൊന്നും കൂടെ ചെയ്യാൻ വേണ്ട ആവശ്യമില്ല. 8cr x raised to 8 minus r into 2 raised to r into 2 raised to r into x raised to 8 minus r into y raised to r is the general term. Again, middle term എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. മിഡിൽ ടേം ഇത് ഈവൺ ആണ്, അതുകൊണ്ട് നമുക്കറിയാം അതിൻ്റെ മിഡിൽ ടേം n/2 + 1th ടേം ആണ്. നോക്കാം, ഇവിടെ 8 ആണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര ടേം ആണ് ഉണ്ടായിരിക്കുക? 9 ടേം. അപ്പം അതിൻ്റെ മിഡിൽ ടേം എന്തായിരിക്കും വരുന്നത്? n/2 + 1 അഥവാ 8/2 + 1 is equal to 5 അല്ലേ? അതാണ് 5th ടേം ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമുക്കറിയുന്നത് എന്താ? tr + 1 equal to t5. tr + 1 equal to t5, which implies r equal to r + 1 5 ആണെങ്കിൽ r equal to എന്താ വരിക? 4.
ടി ആർ പ്ലസ് 1 ആണ് T5 ആകുന്നത്. ദെൻ ആർ ഇസ് ഈക്വൽ ടു ആർ പ്ലസ് 1 5 ആണെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു എന്താ 4. ദാറ്റ് ഈസ് നമ്മുടെ ഈ ഒരു ഫോർമുലയിൽ നമുക്ക് കൊടുക്കാം. ദാറ്റ് ഈസ് മിഡിൽ ടേം ഈക്വൽ ടു 8C4 x raised to 8 minus 4 into 2y all raised to 4 is equal to 8C4 എന്താ? എങ്ങനെയാണ് നമ്മൾ 8C4 കാണുന്നത്? 8C4 equal to 8 into 5 in 7 into 6 into 5 by 4 3 2 1 അല്ലേ? 2 cancel ആയി. then എന്ത് വരുന്നുണ്ട്? 35 into 3 105. അപ്പോൾ നമുക്ക് എഴുതാം 105 x raised to 4 2 raised to 4 into y raised to 4 is equal to 105 into 2 raised to 4 എത്രയാ? 16. അപ്പം ഇതിനെ നമ്മൾ 16 കൊണ്ട് ഡിവൈഡ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. that is 1680 x raised to 4 y raised to 4. that is the middle term. മിഡിൽ ടേം എന്താണെന്ന് കൂടെ നോക്കൂ. മിഡിൽ ടേം ടി ആർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു T5. അപ്പോൾ 9 ആണെന്നുണ്ടെങ്കിൽ 9ന്റെ n/2 ഇവിടെ 8 ആണുള്ളത് അല്ലേ? n ഈക്വൽ ടു 8. അപ്പോൾ n/2 8/2 4 4 + 1 5. ഫിഫ്ത്ത് ടേം ആയിരിക്കും അതിൻ്റെ മിഡിലായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ടി ആർ പ്ലസ് 1 ഈക്വൽ ടു T5. ദാറ്റ് ഈസ് നമുക്ക് ആർ പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. ദാറ്റ് ഈസ് ആർ ഈസ് ഈക്വൽ ടു എന്താ വരിക 4. അങ്ങനെയാണ് നമ്മളവിടെ 4 എടുത്തത്. അപ്പം എന്താ വരുന്നത്? ആ ജനറൽ ടേമിൽ തന്നെയാണ് നമ്മളിത് കൊടുക്കേണ്ടത്. ഈ ഒരു ജനറൽ ടേം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ടേം വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുകയാണ് ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് ദ മിഡിൽ ടേം. കോഎഫിഷ്യന്റ് ഓഫ് മിഡിൽ ടേം. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ എത്രയാ? 1680. ഇതാണ്, ഇതിനെയാണ് നമുക്ക് ഇതിൻ്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. Find the A if the 17th and 18th terms of expansion 2 plus A all raised to 50 are equal. അതായത് 2 plus A all raised to 50 എന്ന എക്സ്പാൻഷനിൽ 17th ടേമും 18th ടേമും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ. എയുടെ വാല്യൂ എന്തായിരിക്കും? ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കാം, നമുക്കറിയാം ദ ആർ പ്ലസ് 1th ടേം ഓഫ് എക്സ്പാൻഷൻ എ പ്ലസ് ബി ഓൾ റേസ് ടു എൻ ഈസ് ഗിവൺ ബൈ ടി ആർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു എൻ സി ആർ എ റേസ് ടു എൻ മൈനസ് ആർ ബി റേസ് ടു ആർ. ഇതാണ് ജനറൽ ടേം. അതന്നെ നമ്മൾ എല്ലാത്തിലേക്കും കൊടുക്കേണ്ടത്. അപ്പോൾ ഫോർ ദ 17th ടേം ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ആർ പ്ലസ് 1 ഈക്വൽ ടു 17 ദെൻ ആർ ഇസ് ഈക്വൽ ടു 16 അല്ലേ? ആർ പ്ലസ് 1 17 ആണെങ്കിൽ ആർ ഈക്വൽ ടു 16. ദെൻ ടി 17 ഈക്വൽ ടു ടി 16 പ്ലസ് 1 ഈക്വൽ ടു നമുക്കറിയാം എന്താ വരുന്നത്? എൻ സി ആർ. എൻ ഈക്വൽ ടു 50 എ ഈക്വൽ ടു 2 ആൻഡ് ബി ഈക്വൽ ടു എ. അപ്പോൾ എൻ സി ആർ 50C 16 ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളിവിടെ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു 16. 2 raised to n minus r 50 minus 16 into a raised to b raised to r അഥവാ a raised to 16. അപ്പോൾ 50C 16 2 raised to 50 minus 16 34 and a raised to 16. അതവിടെ ഒരു ടേം ആയിട്ട് അവിടെ കിടന്നു. നെക്സ്റ്റ് സിമിലർലി ടി 18 ഈക്വൽ ടു ടി 17 പ്ലസ് 1. ടി 17 പ്ലസ് 1 ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു 17. അപ്പോൾ എൻ സി ആർ 50C 17 2 raised to n minus r 50 minus 17 into a raised to 17. that is 50C 17 2 raised to 50 minus 17 33 into a raised to 17. then നമുക്ക് തന്നിരിക്കുന്ന given that T17 equal to T18 17th and 18th terms are equal. അപ്പോൾ T17 equal to T18. അപ്പോൾ ആ രണ്ട് ടേമും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. 50C 6 2 raised to 34 into a raised to 16 equal to 50C 17 2 raised to 33 into a raised to 17. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആണെങ്കിൽ എ ബൈ ബി ഈക്വൽ ടു 1 ആയിരിക്കും. നോക്കൂ 2 ഇപ്പം എ ഈക്വൽ ടു എ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ വേണമെങ്കിൽ എ ബൈ ബി ഈക്വൽ ടു 1 എന്ന് എഴുതാം.
അപ്പോൾ 50C16 2 raised to 34 into a raised to 16 by 50C17 2 raised to 33 into a raised to 17 equal to 1. They by ഇത്. അപ്പോൾ അതിനെ നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടെ 2 raised to 34 ആണ്, ഇവിടെ 2 raised to 33 ആണ്. അപ്പോൾ ഒരൊറ്റ 2 മാത്രമേ ക്യാൻസൽ ആവുന്നുള്ളൂ. ദെൻ ഈ എല്ലാം ബാക്കിയെല്ലാം ക്യാൻസൽ ആവാണ്, 2 മാത്രമേ അവിടെ നിൽക്കുന്നുള്ളൂ. 33നെ നമ്മൾ ക്യാൻസൽ ചെയ്തു. സിമിലർലി a raised to 16 a raised to 17. അപ്പോൾ a raised to 16 പോയി, ദെൻ ഇവിടെ ഒരു a മാത്രം ബാക്കിയുണ്ട്. അപ്പോൾ അതാണ് എഴുതുന്നത് 50C16 into 2 by 50C17 into a ആണ്. അതിന് ഞാനത് അങ്ങോട്ട് കൊണ്ടുപോകും. ദാറ്റ് ഈസ് a equal to a അങ്ങോട്ട് പോവുകയാണ്. Then a equal to 50 factorial 50C16 നമ്മളിതാ അതിനെ ഇത് ചെയ്യുന്ന എക്സ്പാൻഡ് ചെയ്യുന്നു. 50 factorial by n factorial into n minus r, r factorial into n minus r factorial into താഴെയുള്ളതിനും ചെയ്യുന്നു 50. ഇതിനെ ബൈ ആകുമ്പോൾ അത് അങ്ങോട്ട് വരുമ്പോൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ അങ്ങോട്ട് ചെയ്തിരിക്കുന്നത്. 50 ഫാക്ടോറിയൽ ബൈ 17 ഫാക്ടോറിയൽ ഇൻറ്റു 33 ഫാക്ടോറിയൽ. അപ്പോൾ 50 ഫാക്ടോറിയലും 50 ഫാക്ടോറിയലും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതുപോലെ 33 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഈ 34ൽ ബാക്കി എന്ത് മാത്രം ഉണ്ടാകുന്നു? ബൈ 34 മാത്രമായിട്ട് മാറുന്നു. അതുപോലെ തന്നെ 17 ഫാക്ടോറിയലിനെ നമുക്ക് മാറ്റുന്നു 16 ആയിട്ട്, ബാക്കി 17 ഉണ്ടാകുന്നു. അപ്പോൾ അതാണ് 17 into 2 by ഈ ഒരു ഓൺലി 34 മാത്രം. 17 into 2 by 34 is equal to what? 1. ഓക്കെ, അപ്പം അതാണ് a is equal to 1 എന്നുള്ളത് ആൻസർ കിട്ടുന്നത്. a equal to 1. അപ്പോൾ രണ്ട് ടൈം ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ രണ്ടിനെ സെപ്പറേറ്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ദെൻ അതിൽ നിന്ന് നമുക്കത് ക്യാൻസലൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ a എന്നുള്ളതിൻ്റെ വാല്യൂ കിട്ടുന്നു. അപ്പോൾ നോക്കൂ, നെക്സ്റ്റ് ഒരു പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ എക്സാമിനും ഷുവറായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്നുള്ളത്. ഷുവറായിട്ട് പഠിച്ചോളൂ, എയും ബിയും മാത്രമേ അതിൽ മാറി വരുന്നുള്ളൂ. അപ്പോൾ നോക്കൂ, ഫൈൻഡ് ദ ടൈം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 3/2x² minus 1/3x all raised to 6. ഇവിടെ a minus b all square, a minus b all raised to n എന്ന ടൈമിലാണ്. a equal to 3/2x², b equal to minus 1/3x. ഓക്കെ, അപ്പോൾ നോക്കാം, വി ഹാവ് tr+1 നമ്മുടെ ജനറൽ ടേം. tr+1 is equal to ncr 6cr a raised to n minus r 3/2x² n minus r അഥവാ 6 minus r into b raised to r minus 1/3x all raised to r. അപ്പോൾ അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 6cr 3/2 raised to 6 minus r രണ്ടിനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക, വേരിയബിളിനെയും നമ്പറിനെയും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇൻറ്റു x² all raised to 6 minus r ഇൻറ്റു minus 1 raised to r ഇൻറ്റു 1/3x. ഈ 3xനെയും ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1/x all raised to r ഇൻറ്റു 1/3 raised to r. ഓക്കെ, അപ്പോൾ അതെന്തായി മാറുന്നു? minus 1 raised to r. ഇത് ഞങ്ങളുടെ ന്യൂമറേറ്റർ എടുക്കുകയാണ്. 6cr 3 raised to 6 minus r by 2 raised to 6 minus r into x raised to 12. 6 into 2 12 minus 3 2 r. ഇവിടുത്തെ ഒരു r കൂടി ഇതാണ്. ഇവിടെ നോക്കാം, x raised to 2r ഉണ്ട്. അതേപോലെ ഇവിടെ 1/x raised to r ആണ്. അപ്പോൾ അത് മുകളിലേക്ക് വരുമ്പോൾ എന്താ വരുന്നത്? x raised to minus r ആണ്. അപ്പോൾ അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് -3r ആകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 12 minus 3r minus 2r a raised to m plus a raised to n is equal to a raised to m plus n. അപ്പോൾ -2r minus r അതാണ് ഇവിടെ -3r ആകുന്നത്. ഫൈൻ കോഎഫിഷ്യന്റ് ഇവിടെ നോക്കാം. ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? എക്സിന്റെ പവർ 0 ആവുക അല്ലെ. എക്സ് ഇല്ലാത്ത ടൈം എന്ന് പറയുമ്പോൾ അതിന്റെ പവർ 0 ആകുന്നതാണ്. അതാണ് ഇവിടെ. therefore the term will be independent of x if the index of x is 0. That is 12 minus 3r equal to 0, which implies 12 equal to 3r, then which implies r equal to 4. 12/3. ഇനി നമുക്ക് ആ 4 എന്നുള്ള ടേമിന് നമ്മളിത് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ വരുന്നുണ്ട്? t4 എന്ന് കൊടുക്കുമ്പോൾ t4+1 ആണ് എന്തായി മാറുന്നത്? t5 ആകുന്നത് അല്ലേ. അപ്പോൾ ജനറൽ ടേം tr+1 അതായത് 4+1 equal to t5. The fifth term is independent of x and is given by t5 equal to
-1/4. ഇവിടെ ആറിന് നമ്മളിവിടെ 4 എന്ന് കൊടുക്കുക. നമുക്ക് ഈ കിട്ടിയ ആൻസറിൽ 4 എന്ന് കൊടുക്കുകയാണ്. 6C4 3/6 - 4. ഇവിടെ 3/6 എന്നുണ്ട്. അപ്പൊ നോക്കാം 6 മൈനസ് ഇവിടെ 4 ആണ് കൊടുക്കേണ്ടത്. 3/6 - 4/2/6 - 4. അപ്പൊ അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താ? 5/12 എന്നാണ്. അപ്പോൾ അതാണ് 5th ടേം ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനെ 5th ടേം എന്ന 5/12 ടേം ആണ് നമ്മുടെ 5th ടേം അയക്കുന്നത്. അതിൽ ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആണ്. എക്സ് എന്ന ടേം ഇല്ല. ഓക്കെ ആണല്ലോ? ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത്രയും പ്രോബ്ലംസ് ആണ്. ഒരു കോഎഫിഷ്യന്റ് ചോദിക്കാനുണ്ടായിരിക്കും, ഒരു ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ഉണ്ടായിരിക്കും, ജനറൽ ആൻഡ് മിഡിൽ ടേം. ഇതാണ് ഇവിടെ ചോദിക്കുന്നത്. a+b n എന്നുള്ളതിൽ എന്താ പറയുന്നത്? NCR a⁴n plus NC1 a⁻n-1b plus NC2 a⁻n-2 into b square plus etc. NCn b⁻n. ആ ഒരു ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്പാൻഷൻ ഓഫ് a+b n പഠിക്കുക. a+b n ആണെങ്കിൽ അതിന്റെ എക്സ്പാൻഷനിൽ n+1th ടേം ഉണ്ടായിരിക്കും. പിന്നെ ഈ മിഡിൽ ടേമിന്റെ ഈവൺ ആണെങ്കിൽ n/2 + 1 ആണ്. ഓഡ് ആണെങ്കിൽ n+1/2 ആൻഡ് n+1/2 + 1. ഈ രണ്ട് ടേമും ആയിരിക്കും അതിന്റെ മിഡിൽ ടേം. ജനറൽ ടേം എന്ന് പറഞ്ഞാൽ -1/r നെഗറ്റീവ് മൈനസ് വരികയാണെങ്കിൽ മാത്രം ഇവിടെ മൈനസ് ഇട്ട് കൊടുത്താൽ മതി. അതായത് ആ ടേമിൽ a-b എന്ന മോഡൽ വരികയാണെങ്കിൽ മാത്രമേ -1/r ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് വേണ്ട. അപ്പൊ ജനറൽ ടേം എന്താ? tr+1 = -1/r NCr a⁻n-r into b⁻r. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതിലെ ചെറിയൊരു ചാപ്റ്റർ ആണ്, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.